നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ശനി പ്രദോഷമാകുന്നു. പരമശിവനും പാർവതി ദേവിക്കും ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം. ഇന്നേ ദിവസം ഇരു ദേവതകളെയും ആരാധിക്കുന്നത് സർവ ഐശ്വര്യപ്രദമായ കാര്യം തന്നെയാകുന്നു. ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് 108 ജപിക്കുന്നതും ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ സന്ധ്യാസമയത്ത് ദർശനം നടത്തുന്നതും ഓം നമശിവായ എന്ന അതിവിശേഷപ്പെട്ട പഞ്ചാക്ഷരി മന്ത്രം ഭഗവാന്റെ നടയിൽ നിന്നുകൊണ്ട് 108 തവണ അഥവാ 108 ജപിക്കുന്നതും ആ വീടുകൾക്ക് ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. ഏവരും ഈ ഒരു കാര്യം ഇന്നേ ദിവസം ചെയ്യുവാൻ ശ്രമിക്കുക. വെളുത്ത പുഷ്പങ്ങൾ ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നതും ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭഗവാന്റെ ഈ തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. കഠിനാധ്വാനികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും കഠിനാധ്വാനത്താൽ ചെയ്യുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നില്ല. എന്നാൽ കഠിനാധ്വാനത്താൽ ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പരാമർശിക്കാം. കഠിനാധ്വാനത്താൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. നിരീക്ഷണ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ ഇന്നേ ദിവസം. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ തനിക്ക് അനുകൂലമാകും എന്ന ബോധ്യത്താൽ ചില കാര്യങ്ങൾ ചെയ്യുകയും അത് അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. ഇന്നേ ദിവസം എപ്രകാരം ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യണം എന്ന് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൽ തന്നെ തെളിയും എന്നതാണ് വാസ്തവം. ഭഗവാനെ വളരെയധികം ആരാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ഈശ്വര വിശ്വാസികളാണ് എന്ന് പറയാം. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പോസിറ്റീവ് ഊർജം നിങ്ങളിൽ വർദ്ധിക്കുകയും നെഗറ്റീവായ പല കാര്യങ്ങളെയും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം അല്പം വർദ്ധിക്കുകയും അത് നിങ്ങൾക്ക് ഈ സമയം വളരെ അനുകൂലമായി തീരുകയും ചെയ്യാം. പലവിധ പ്രതിസന്ധികൾ നേരിടുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും കഠിനാധ്വാനത്താൽ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എങ്കിൽ പോലും അതൊരു പരിധിവരെ മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ കഠിനാധ്വാനത്താൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഇത്. മറ്റുള്ളവരോട് സ്നേഹം, ദയ തുടങ്ങിയ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അത് സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അപരിചിതരായ വ്യക്തികളാണ് എങ്കിൽ പോലും ചില സഹായങ്ങൾ, ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം ശാന്തരായിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷോഭം നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വന്നു ചേരുന്ന ആ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. സുഹൃത്തുക്കളുമായും ഇന്നേ ദിവസം നല്ല ബന്ധം പുലർത്തുവാൻ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ഇന്നേ ദിവസം നല്ല ബന്ധം പുലർത്തുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ പോലും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ പല ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അകലുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. പുതുതായി ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൗഖ്യം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പോലും പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്നതായ അവസരമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അപ്രതീക്ഷിതമായി തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ
ധനപരമായ ചില ആവശ്യങ്ങൾ നിറവേറ്റുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ചില ആഗ്രഹങ്ങൾ നടക്കുകയോ അതിനുള്ള അവസരങ്ങൾ സംജാതമാവുകയോ ചെയ്യാം. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില അവസരങ്ങൾ, ചില കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതുമാകുന്നു. ശരിയായ രീതിയിൽ തന്നെ ഏതൊരു കാര്യവും വിനിയോഗിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഈ സമയം മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അവർക്കനുസരിച്ചുള്ള കാര്യങ്ങൾ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് ചെയ്തു നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിൽ തന്നെ ഈ സമയം പ്രധാനമായും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം തുണയ്ക്കുകയോ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാവുകയോ ചെയ്യാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അമിതമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്നേഹത്തോടെ തന്നെ പല വ്യക്തികളെയും കീഴ്പ്പെടുത്തുവാൻ, അതായത് ശത്രുക്കളെ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം പോലും ജീവിതത്തിൽ സംജാതമാകാം. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. നിശ്ചയദാർഢ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. ഉറച്ച മനസ്സോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഊർജ്ജസ്വലത നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ശ്രദ്ധയുള്ളവരാണ് നിങ്ങൾ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം വന്നു ചേരാം. അത്തരത്തിലുള്ള ചില അവസരങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനോ അനുകൂലമാക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മത്സര ബുദ്ധിയോടെ തന്നെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും. ലക്ഷ്യബോധത്തോടെ തന്നെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നില്ല എന്ന വിഷമം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ എളുപ്പം പൂർത്തീകരിക്കുവാൻ അത് സാധിച്ചു എന്ന് വരാം. വളരെ ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കുവാനും മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ജീവിതത്തോട് വല്ലാത്ത അഭിനിവേശമുള്ളവർ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ സംസാരത്താൽ ചില വിഷമങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ തന്നെ നിങ്ങൾക്ക് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അമിതമായ ആത്മ സംഘർഷങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളെയും അത് നിങ്ങൾക്ക് സ്നേഹത്തോടെ തന്നെ മറ്റുള്ളവർക്ക് ചെയ്ത് നൽകുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയും സന്തോഷം, ഐക്യം എന്നിവ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനോ നിലനിർത്തുവാനോ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരുടെ ദുഃഖം നിങ്ങൾക്ക് കണ്ടു നിൽക്കുവാൻ സാധിക്കാത്തവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും അവരുമായി ബന്ധപ്പെട്ട അത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നതും വാസ്തവമാണ്. ഇത്തരത്തിലുള്ള ചില വ്യക്തികൾക്ക് നിങ്ങളാൽ സാധിക്കുന്ന ചില സഹായങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെ ചതിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾക്ക്, അഥവാ മറഞ്ഞിരിക്കുന്നതായ ചില ശത്രുക്കളെ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾക്ക് അത് വ്യക്തമാക്കുവാൻ, അല്ലെങ്കിൽ ആരാണ് അപ്രകാരം ചെയ്യുന്നത് അതേക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പലപ്പോഴും ആപത്തുകളിൽ അസാമാന്യമായ സാമർഥ്യം പ്രകടമാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. ആപത്തുകളിൽ പോലും ആത്മധൈര്യം വർദ്ധിപ്പിച്ച്
പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. ഉന്നതമായ പദവി ഭഗവാന്റെ കൃപ കടാക്ഷത്താൽ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല രീതിയിലും നിങ്ങൾക്ക് പരിവർത്തനങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ജീവിതത്തിന്റെ പല മേഖലകളിലും ഇത് പ്രകടമാവുകയും അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ളവർക്ക് പലപ്പോഴും നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ അതേക്കുറിച്ച് മനസ്സിലാകണം എന്നില്ല. അതിനാൽ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം, അവഗണനകൾ നേരിടേണ്ടതായി വരാം എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ആരെയും അധികം വിശ്വസിക്കാത്തവരാണ് നിങ്ങൾ. പലപ്പോഴും വിശ്വസിച്ച വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് പലവിധ തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളതിനാൽ പലപ്പോഴും ഇത്തരം വ്യക്തികളെ അതിനാൽ പല വ്യക്തികളെയും നിങ്ങൾ അമിതമായി വിശ്വസിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്ത് നൽകുന്നവരാണ്, സ്വന്തം ജീവൻ വരെ കളയുന്നവരാണ് എന്ന് പറയാം. അത്രമേൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരാണ്. ആരുടെയും മുൻപിൽ തല കുനിച്ച് നിൽക്കുവാൻ താല്പര്യപ്പെടുന്നവരല്ല. പലപ്പോഴും പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുകയും അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കുകയോ അല്ലെങ്കിൽ ചില തിരിച്ചടികൾക്ക് കാരണമാവുകയോ ചെയ്യാം. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ശത്രുദോഷങ്ങൾ പോലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. ഭഗവാനെയും പാർവതി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക.